പലരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഐ ഡി ക്രിയേഷൻ. ഈ വീഡിയോ വ്യക്തമായി കണ്ടാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ആദ്യം ഫോറെവർ ലിവിങ് എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ. അപ്പോൾ ആ താഴെ വരുന്ന ആദ്യത്തെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സ്. അതിനുശേഷം നിങ്ങൾ ഉള്ളിലോട്ട് കയറുക. അപ്പോൾ നിങ്ങൾക്ക് USA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ USA എന്ന് പറയുന്ന കൺട്രി നമുക്ക് മാറ്റി ഇന്ത്യയിലോട്ടാക്കണം. അപ്പോൾ USAയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൺട്രീസ് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്രയധികം രാജ്യങ്ങളിൽ ഫോറെവർ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് നോർത്ത് അമേരിക്കയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു നേരെ റൈറ്റ് സൈഡിൽ ഒരു ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഏഷ്യ എന്ന് സെലക്ട് ചെയ്യുക. ഏഷ്യ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇന്ത്യ എന്ന് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാം. ആ ഇന്ത്യയുടെ താഴെ റൈറ്റ് സൈഡിൽ ഒരു ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ആ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ത്യ എന്ന കൺട്രിയിലോട്ട് മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് സൈൻ ഇൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇനി നിങ്ങൾക്ക് 3 വര നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട്. അതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലാണ് ഇപ്പോൾ വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ജോയിൻ എന്ന് പറയുന്ന വലത്തെ സൈഡിൽ ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ജോയിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് പേഴ്സണൽ ഇൻഫോർമേഷൻ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്ന് പറഞ്ഞിട്ട് 1 by 1 കാണാം. അത് നിങ്ങൾ 1 by 1 ആയിട്ട് ഫില്ല് ചെയ്യുക. പേര് കൊടുക്കുമ്പോൾ ആധാറിൽ എന്താണോ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ കൊടുത്തോളൂ, ചേഞ്ചസ് ഒന്നും വരുത്തരുത്. ഇപ്പോൾ രാഹുൽ ശശിധരൻ എന്നാണെങ്കിൽ ഫസ്റ്റ് നെയിം രാഹുൽ എന്നും ശശിധരൻ ലാസ്റ്റ് നെയിമും കൊടുക്കണം. ഓക്കെ. അതുപോലെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആധാറിൽ എന്താണോ അഡ്രസ്സ് അത് തന്നെ കൊടുത്തോളൂ, ചേഞ്ചസ് ഒന്നും വരുത്തരുത്. നെക്സ്റ്റ് നിങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യലാണ്. വളരെ സിമ്പിളാണ്. അതായത് ആദ്യം പറയുന്നത് ഒരു 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. രണ്ടാമത് അറ്റ്ലീസ്റ്റ് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം. മൂന്നാമത് ഒരു സ്മോൾ ലെറ്റർ വേണം. നാലാമത് ഒരു നമ്പർ വേണം. പിന്നെ അവർ പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കോമ ഉപയോഗിക്കാൻ പാടില്ല, സ്പേസ് പാടില്ല, സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്, അതുപോലെ സെമി കോളൻ, അപ്പോസ്ട്രോഫി, ബാക്ക്വേർഡ് സ്ലാഷ്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ. ഒരു ഹാഷ് ഇട്ടിട്ട് നിങ്ങളുടെ വീട്ടും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേര് ഉപയോഗിക്കാം. അതിനുശേഷം ഒരു നമ്പർ. അപ്പോൾ മൊത്തം 8 ടോട്ടൽ 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരിക്കലും നിങ്ങളുടെ പേര് ഈ ഹാഷ് കഴിഞ്ഞിട്ട് കൊടുക്കരുത്, കമ്പനി എടുക്കുന്നതല്ല പാസ്വേഡിൽ. അപ്പോൾ നിങ്ങളുടെ പേര് ഒരിക്കലും കൊടുക്കരുത്. ഹാഷ് കഴിഞ്ഞിട്ട് വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ പേര് അതിൽ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റർ സ്പോൺസർ ഐ ഡി എന്ന് കാണാം. നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്ന ആ വ്യക്തിയുടെ സ്പോൺസർ ഐ ഡിയാണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സ്പോൺസർ ഐ ഡി ഇല്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഫോറെവറിൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഐ ഡി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 by 1 ആയിട്ട് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് കമ്പനി ആധാർ കാർഡ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആധാർ കാർഡിൻ്റെ ഫോട്ടോസ് ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ആധാറിൻ്റെ ID മാത്രം കൊടുത്താൽ മതി. കാരണം കമ്പനിക്ക് നമ്മളെന്ന വ്യക്തിയും ജെനുവിനാണെന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് ID കാർഡ് ചോദിക്കുന്നത്, ആധാറിൻ്റെ നമ്പർ. ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് ആയാലും പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആയാലും, പാൻ കാർഡ് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് കൊടുക്കണം. പക്ഷെ അതിപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ID ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ ഗ്രേറ്റ് സക്സസ് ഇൻ ഫോറെവർ.